ഹലോ കുട്ടികളെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപരിചിതരായ പലരും നമ്മളെ കണ്ട് സംസാരിക്കാറുണ്ട്. വളരെ സ്നേഹത്തോടെ പെരുമാറിയിട്ട് നിങ്ങൾ ഇന്നാരുടെ മകനല്ലേ, അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ പേര് പറഞ്ഞിട്ട് കുട്ടി ആ വീട്ടിലെ അല്ലേ, അല്ലെങ്കിൽ ഇന്നാരുടെ സഹോദരിയല്ലേ, ഇന്നാരുടെ ചേട്ടനല്ലേ, അനുജനല്ലേ, അനിയത്തിയല്ലേ എന്നൊക്കെ പലരും പറയാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമ്മളെ പരസ്പരം അറിയാത്തവരാണ് നമ്മളോട് പലപ്പോഴും അങ്ങനെ ചോദിക്കാറുള്ളത്. നമുക്ക് പരസ്പരം അവരെ അറിയത്തില്ലല്ലോ, എങ്ങനെ നമ്മളെ അവർ ഐഡന്റിഫൈ ചെയ്തു? കാരണം നമ്മൾ നമ്മുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ സഹോദരിയുടെയോ അമ്മാവൻ്റെയോ കുഞ്ഞമ്മയുടെയോ ആരുടെയോ ഒക്കെ രൂപത്തിലും ഭാവത്തിലും ഇരിക്കുന്നത് കൊണ്ടാണ്. ചിലപ്പോൾ നമ്മുടെ മുടിയാകാം, ചിലപ്പോൾ നമ്മുടെ പല്ലുകളാവാം, ചിലപ്പം നമ്മുടെ ചിരിയാവാം, ചിലപ്പം നമ്മുടെ കണ്ണുകളാകാം, ചിലപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ കളറാകാം, ചിലപ്പോൾ നമ്മുടെ മറ്റെന്തെങ്കിലും സവിശേഷതകളായ സംസാരത്തിൻ്റെ പ്രത്യേകതകളാകാം. ഇതൊക്കെയാണ് നമ്മളും നമ്മുടെ മാതാപിതാക്കളും അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് ബന്ധങ്ങളും തമ്മിലുള്ള ബന്ധത്തെ ഒരു പാരമ്പര്യത്തിൽ നിന്നും മറ്റൊരു പാരമ്പര്യത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അതായത് നമ്മളുടെ മാതാപിതാക്കളിൽ നിന്നും നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ നിന്നും നമുക്ക് കിട്ടുന്ന സ്വഭാവ സവിശേഷതകൾ നമ്മുടെ പരമ്പരാഗതമായി ഇങ്ങനെ കൊണ്ടുപോകുന്നത്, ഒരു തലമുറയിൽ നിന്നും മറ്റൊരു തലമുറയിലേക്ക് കൊണ്ടുപോകുന്നത് നമ്മുടെ ജീനുകളാണ്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ജെനറ്റിക്സ് ഓഫ് ലൈഫ് അഥവാ ജീവന്റെ ജനിതകം 10ാം തരത്തിലെ കേരള സിലബസിലെ ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ. ഈ ചാപ്റ്റർ പഠിക്കുന്നതിന് മുന്നേ ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. എന്താണത്? ജെനറ്റിക്സ് ഓഫ് ലൈഫ്, ജീവന്റെ ജനിതകം. ജീവന്റെ ജനിതകം എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ജെനറ്റിക്സ് എന്നൊരു വാക്കുണ്ട്. എന്താണ് ജെനറ്റിക്സ്? ജെനറ്റിക്സ് എന്ന് പറയുന്നത് റിലേറ്റഡ് ടു ജീനാണ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ജെനറ്റിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് ജീൻസ്, അഥവാ ജീനുകളെ പറ്റിയുള്ള പഠനമാണ് ജെനറ്റിക്സ് എന്ന് പറയുന്നത്. എന്താണ് ജീൻ എന്ന് നമ്മൾ പഠിക്കണം. ജെനറ്റിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് ജീൻ, ജീനുകളെ പറ്റിയുള്ള പഠനമാണ് ജെനറ്റിക്സ് എന്ന് പറയുന്നത്. എന്താണ് ജീനുകൾ എന്ന് പറയുന്നത്? നമ്മുടെ മാതാപിതാക്കളിൽ നിന്നും നമ്മുടെ പൂർവ്വപിതാക്കളിൽ നിന്നും അവരിൽ നിന്ന് നമുക്ക് കിട്ടിയ പ്രത്യേകതകൾ, അവരുടെ കഴിവുകൾ, അവരുടെ സ്കിന്നിൻ്റെ കളറായിരിക്കാം, അവരുടെ ബുദ്ധി ആയിരിക്കാം, അവരുടെ മറ്റെന്തെങ്കിലും കഴിവുകളായിരിക്കാം, അങ്ങനെയുള്ള സവിശേഷതകൾ അവരിൽ നിന്നും നമ്മളിലേക്ക്, അല്ലെങ്കിൽ നമ്മളിൽ നിന്നും നമ്മുടെ തലമുറകളിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് ജീൻ എന്ന് പറയുന്നത്. ഇതിനെ പറ്റിയുള്ള പഠനമാണ് ജെനറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആരും തന്നെ ടെൻഷൻ ആവണ്ട, വളരെ എളുപ്പമായ ഒരു ചാപ്റ്ററാണ് ഫസ്റ്റ് ചാപ്റ്റർ, ജെനറ്റിക്സ് ഓഫ് ലൈഫ്. അപ്പോൾ ജെനറ്റിക്സ് എന്താണെന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് അതോടൊപ്പം തന്നെ ജീൻ എന്താണെന്ന് നമ്മൾ പഠിക്കണം. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നതിന് മുന്നേ അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. എന്താണ് ജെനറ്റിക്സ്, എന്താണ് ജീൻ, എന്താണ് DNA, എന്താണ് ക്രോമസോം? ഈ 4 കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പാഠം നമുക്ക് വളരെയധികം എളുപ്പമായിരിക്കും. അപ്പം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ജീൻ എന്ന് പറയുന്നത് ഒരു തലമുറയിൽ നിന്നും പാരമ്പര്യമായി ചില സ്വഭാവ സവിശേഷതകൾ ഒരു തലമുറയിൽ നിന്നും മറ്റൊരു തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതിനെയാണ് ജീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജീനുകൾക്ക് ചില പ്രത്യേക സ്വഭാവ സവിശേഷതകൾ ഉണ്ട്. ജീനുകൾ എന്നത് DNA-യിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓരോ ജീവിയുടെയും സ്വഭാവ സവിശേഷതയ്ക്ക് ജീനുകൾക്ക് വളരെയധികം പങ്കുണ്ട്. കണ്ണിൻ്റെ നിറം, മുടിയുടെ നിറം, നീളം, പാരമ്പര്യ രോഗങ്ങൾ വരാനുള്ള സാധ്യതകൾ, ഇവയൊക്കെ നിയന്ത്രിക്കുന്നത് ജീനുകളാണ്. ഈ ജീനുകൾ തന്നെ വ്യത്യസ്ത രൂപങ്ങളിലുണ്ട്. ഇവയെ അലീലുകൾ എന്നാണ് വിളിക്കുന്നത്. ഈ അലീലുകൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് ജീവികളെ പലതരത്തിലുള്ള സ്വഭാവ സവിശേഷതകൾ ഉണ്ടാകാനും കാരണം. അപ്പോൾ കുഞ്ഞുങ്ങളെ, ജെനറ്റിക്സ് ഓഫ് ലൈഫ്, ജീവന്റെ ജനിതകം എന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചപ്പോൾ ആദ്യം നമ്മൾ പഠിച്ചു. എന്താണ് പഠിച്ചത്? വാട്ട് ഈസ് ജെനറ്റിക്സ്? എന്താണ് ജെനറ്റിക്സ്? ജെനറ്റിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് ജീൻസ്, ജീനുകളെ പറ്റിയുള്ള പഠനമാണ് ജെനറ്റിക്സ്. അപ്പോൾ തന്നെ നമ്മൾ പഠിക്കേണ്ട വളരെ ഒരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് ഹൂ ഈസ് ദ ഫാദർ ഓഫ് ജെനറ്റിക്സ്? ജെനറ്റിക്സിന്റെ പിതാവിനെ നമ്മൾ ഒരിക്കലും മറക്കരുത്. ജോൺ ഗ്രിഗർ മെൻഡലാണ് ജെനറ്റിക്സിന്റെ പിതാവ്. അതായത് ജീനുകളെ പറ്റിയുള്ള ആദ്യ പഠനം നടത്തിയത് ജോൺ ഗ്രിഗർ മെൻഡൽ. അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്നാണ്.
അപ്പോൾ നമ്മൾ ഈ പാരമ്പര്യ സ്വഭാവങ്ങളെ മാതാവിൽ നിന്നും പിതാവിൽ നിന്നും നമ്മളിലേക്ക് ലഭിക്കുന്നു എന്ന് പറഞ്ഞു. അത് എങ്ങനെയാണ് ലഭിക്കുന്നത്? ക്രോമസോമിനുള്ളിലുള്ള DNA വഴിയാണ് നമുക്ക് പാരമ്പര്യമായി ഈ സ്വഭാവ സവിശേഷതകൾ ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? അപ്പോൾ നമ്മൾ ക്രോമസോം എന്താണെന്ന് അറിഞ്ഞിരിക്കണം, DNA എന്താണെന്ന് അറിഞ്ഞിരിക്കണം. വാട്ട് ഈസ് ക്രോമസോം? എന്താണ് ക്രോമസോം? ക്രോമസോം എന്ന് പറയുന്നത് ഒരു ജീവിയുടെ സെല്ലിൽ, അതായത് ആനിമൽ സെല്ലോ പ്ലാന്റ് സെല്ലോ, സസ്യകോശത്തിൻ്റെയോ ജന്തുകോശത്തിൻ്റെയോ ഉള്ളിൽ കാണപ്പെടുന്ന ത്രെഡ് പോലെയുള്ള സ്ട്രക്ചറിനെയാണ് ക്രോമസോം എന്ന് പറയുന്നത്. ഓരോ ക്രോമസോമും പ്രോട്ടീനാലും DNA ആലും നിർമ്മിതമാണ്. അതായത് ഈ സസ്യകോശത്തിൻ്റെയും ജന്തുകോശത്തിൻ്റെയും ഉള്ളിലുള്ള ത്രെഡ് പോലെ കാണപ്പെടുന്ന ക്രോമസോമിനുള്ളിൽ പ്രോട്ടീനും DNA കാണപ്പെടുന്നു. ഈ DNA വഴിയാണ് പാരമ്പര്യ സ്വഭാവങ്ങളെ നമുക്ക് നമ്മളിലേക്ക് ലഭിച്ചിരിക്കുന്നത്. DNAയുടെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് ഡീഓക്സിറൈബോന്യൂക്ലിക് ആസിഡ് എന്നാണ്. ഡീഓക്സിറൈബോന്യൂക്ലിക് ആസിഡ്. ഈ DNA അടങ്ങിയിരിക്കുന്ന, അതായത് ഡീഓക്സിറൈബോന്യൂക്ലിക് ആസിഡിൽ അടങ്ങിയിരിക്കുന്ന സന്താനങ്ങളെയും മാതാപിതാക്കളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്വഭാവ സവിശേഷതകൾ, ഈ സ്വഭാവ സവിശേഷതകൾ മാതാപിതാക്കളിൽ നിന്നും സന്താനങ്ങളിലേക്ക് ലഭിക്കുന്നത് DNA വഴിയാണ്. എല്ലാ സസ്യങ്ങൾക്കും എല്ലാ ജന്തുക്കൾക്കും മാതാവിൻ്റെയും പിതാവിൻ്റെയും സവിശേഷതകൾ ഉണ്ടാകുന്നുണ്ട്. ആ സവിശേഷതകൾ ഇതിൽ ക്രോമസോമിനുള്ളിൽ കാണപ്പെടുന്ന DNA വഴിയാണ് നമുക്ക് പാരമ്പര്യമായി ലഭിക്കുന്നതെന്ന് സാരം. ഈ മാതാപിതാക്കളിൽ നിന്നും ലഭിക്കുന്ന DNA വഴി ലഭിക്കുന്ന പാരമ്പര്യ സ്വഭാവങ്ങളാണ് ഓരോ ജീവജാലങ്ങളെയും വ്യത്യസ്തമാക്കുന്നത്. നമ്മളെ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയോ രൂപത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത്, പൂച്ചക്കുഞ്ഞിൻ്റെ അമ്മയുടെ അച്ഛൻ്റെയോ രൂപത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഏത് ജീവജാലങ്ങളാണെങ്കിലും അവരുടെ മാതാപിതാക്കളുടെ സ്വഭാവ സവിശേഷതകൾ വരാൻ കാരണം ഈ ക്രോമസോമിനുള്ളിലുള്ള ജീനുകളാണെന്ന് വ്യക്തമാണ്. അപ്പോൾ ഈ DNA എന്ന് പറയുന്നത് ഒരിക്കലും നിസ്സാരനല്ല. DNAക്ക് കുറേ പങ്കുകളുണ്ട്. അത് എന്താണ് എന്ന് നമുക്കറിയാം. പ്രധാനമായും പ്രോട്ടീൻ നിർമ്മാണമാണ് DNAയുടെ പങ്ക്. പരമ്പരാഗതമായി കിട്ടിയിരിക്കുന്ന സവിശേഷതകൾ മാതാപിതാക്കളിൽ നിന്ന് സന്താനങ്ങളിലേക്ക് അയച്ചു കൊടുക്കുന്നതും നിർമ്മിക്കുന്നതും എല്ലാം ഈ DNA ആണ്. അതായത് DNA നേരിട്ട് പ്രോട്ടീൻ ഉണ്ടാക്കുന്നില്ല. DNAയിൽ നിന്നും RNA ഉണ്ടാകുന്നു. എന്താണ് ഈ RNA? റൈബോന്യൂക്ലിക് ആസിഡ്. ഈ RNA ആണ് പ്രോട്ടീൻ നിർമ്മാണം സാധ്യമാകുന്നത്. DNAക്ക് 4 തരത്തിലുള്ള നൈട്രജൻ ബേസുകളുണ്ട്: അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ ആൻഡ് സൈറ്റോസിൻ. അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ. അഡിനിൻ്റെയും ഗ്വാനിൻ്റെയും തൈമിൻ്റെയും സൈറ്റോസിൻ്റെയും ക്രമീകരണമാണ് ഈ ജീനുകളെയെല്ലാം നിയന്ത്രിക്കുന്നത്. DNAയിലുള്ള ജീനുകളെയെല്ലാം നിയന്ത്രിക്കുന്നത് അഡിനിൻ്റെയും ഗ്വാനിൻ്റെയും തൈമിൻ്റെയും സൈറ്റോസിൻ്റെയും കേന്ദ്രീകരണമാണ്, അതായത് യൂണിറ്റിയാണ്. ഇവ ഒത്തൊരുമിച്ചാണ് ഇവയെ നിയന്ത്രിക്കുന്നത്. DNAയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഡബിൾ ഹെലിക്സ് സ്ട്രക്ചറാണ്. എന്താണ് ഈ ഡബിൾ ഹെലിക്സ് എന്ന് പറയുന്നത്? ഒരു 2 ശൃംഖലകൾ ചേർത്ത് ഇരട്ട സ്ഫടിക ആകൃതിയിലാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. DNA നിർമ്മിച്ചിരിക്കുന്നത് ന്യൂക്ലിയോടൈഡുകൾ എന്ന ചെറിയ ശൃംഖലകൾ കൊണ്ടാണ്. ന്യൂക്ലിയോടൈഡ്സ് എന്ന് പറയും. DNA നിർമ്മിച്ചിരിക്കുന്നത് ന്യൂക്ലിയോടൈഡ്സ് എന്ന ചെറിയ ശൃംഖലകൾ കൊണ്ടാണ്. DNAയിൽ ഷുഗറും ഫോസ്ഫേറ്റും ഒരു നൈട്രജനും അടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ പഠിച്ചത് തന്നെ വീണ്ടും റിവൈസ് ചെയ്യുകയാണ്. ക്രോമസോം എന്ന് പറയുന്നത് കോശത്തിനുള്ളിൽ കാണപ്പെടുന്ന DNAയും പ്രോട്ടീനുകളും ചേർന്നതാണ്. അതായത് ജനറ്റിക്സ് ഇൻഫർമേഷൻ, പാരമ്പര്യമായി കിട്ടിയിരിക്കുന്ന സ്വഭാവ സവിശേഷതകളെല്ലാം ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക്, അതായത് മാതാപിതാക്കളിൽ നിന്ന് സന്താനങ്ങളിലേക്ക് ലഭിക്കുന്നതെല്ലാം ഈ ക്രോമസോമുകൾ വഴിയാണെന്നാണ് നമ്മൾ പഠിച്ചത്. DNA ആണ് ഇതിൻ്റെ വാഹകർ എന്ന് പറഞ്ഞു. DNA എന്ന് പറയുന്നത് ഡീഓക്സിറൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന് പറഞ്ഞു. DNAയിൽ നിന്നും RNA ഉണ്ടാകുന്നു. RNA ആണ് പ്രോട്ടീൻ നിർമ്മാണത്തിന് സഹായിക്കുന്നതെന്ന് പറഞ്ഞു. ഈ DNAയുടെ രൂപത്തിലാണ് ജനറ്റിക്സ് ആയിട്ടുള്ള, അതായത് പാരമ്പര്യ സ്വഭാവങ്ങളെ മാതാപിതാക്കളിൽ നിന്ന് സന്താനങ്ങളിലേക്ക് വഹിക്കുന്നതെന്ന് പറഞ്ഞു. മനുഷ്യന് 23 പെയർ ഓഫ് ക്രോമസോം എന്നാണ് പറയുന്നത്.
23 പെയർ ആകുമ്പോൾ 23 + 23 46, 46 ക്രോമോസോമുകളാണ് മനുഷ്യനിൽ ഉള്ളത്. അതാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. ഒരു ജീവിയുടെ ശരീരത്തിലുള്ള ക്രോമസോമുകളുടെ എണ്ണമാണ് ഒരു ജീവിയെ മറ്റൊരു ജീവിയായിട്ട് തരംതിരിക്കുന്നത്. നമ്മൾ ഏത് ജീവിയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഈ 23 പെയർ എന്ന് പറഞ്ഞത് ഈ 23 എണ്ണത്തിൽ 22 എണ്ണം ഓട്ടോസോമൽ ക്രോമസോമും ഒരെണ്ണം സെക്സ് ക്രോമസോമുമാണ്. സെക്സ് ക്രോമസോം എന്ന് പറയുന്നത് അതായത് നമ്മുടെ സെക്സ് ഡിറ്റർമിൻ ചെയ്തത് ആണോ പെണ്ണോ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നതാണ് സെക്സ് ക്രോമസോം എന്ന് പറയുന്നത്. ഓട്ടോസോമൽ ക്രോമസോം എന്ന് പറയുന്നത് എല്ലാ ജീവജാലങ്ങളിലും ആ ക്രോമസോമുകളുടെ എണ്ണം അത് സ്ഥിരമാണ്. സ്ത്രീകളിൽ 2 എക്സ് ക്രോമസോമും പുരുഷന്മാരിൽ 1 എക്സും 1 വൈയും ക്രോമസോമും കാണപ്പെടുന്നു. അപ്പോൾ നമ്മൾ പറയാറില്ലേ ലിംഗനിർണയം നടത്തുന്നു. അതെങ്ങനെയാണ് ലിംഗനിർണയം? ക്രോമസോമുകളുടെ അടിസ്ഥാനത്തിലാണ് ലിംഗനിർണയം നടത്തുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളെ, എങ്ങനെയാണ് നമ്മൾ ലിംഗനിർണയം നടത്തുമ്പോൾ അതൊരു ആൺകുട്ടിയാണ് അതൊരു പെൺകുട്ടിയാണ് എന്ന് നമ്മൾ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്? അച്ഛന് എക്സും വൈയും തുടങ്ങിയ 2 ക്രോമസോമുകളും അമ്മയ്ക്ക് എക്സും എക്സ് തുടങ്ങിയ 2 ക്രോമസോമുകളുമാണ് ഉള്ളത്. അച്ഛനിൽ നിന്നും 1 എക്സും അമ്മയിൽ നിന്നും 1 വൈയും വന്നാൽ അതൊരു ആൺകുട്ടിയെന്നും, അമ്മയിൽ നിന്ന് 1 എക്സ് ക്രോമസോമും അച്ഛനിൽ നിന്ന് 1 എക്സ് ക്രോമസോമും വന്നാൽ അതൊരു പെൺകുട്ടിയെന്നും നമുക്ക് തീരുമാനിക്കാം. ഇങ്ങനെയാണ് മനുഷ്യനിലെ ക്രോമസോമുകളെ ആൺകുട്ടി എന്നും പെൺകുട്ടി എന്നും അടിസ്ഥാനത്തിൽ തരംതിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ചാപ്റ്ററിലെ ഒട്ടുമിക്ക പ്രധാനപ്പെട്ട ഭാഗങ്ങളും ഞാൻ ഉൾപ്പെടുത്തിയെന്ന് വിശ്വസിക്കുന്നു. ജെനറ്റിക്സ് ഓഫ് ലൈഫ് എന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കുട്ടി അറിഞ്ഞിരിക്കേണ്ട ഭാഗങ്ങളാണിതൊക്കെ. നിങ്ങളെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഭാഗത്തിനായി വെയിറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ.